അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 39 ആയത്ത് വരെ സൂറത്തുർ റഹ്മാൻ ഓതി തജ്വീദ് നിയമങ്ങളെല്ലാം മനസ്സിലാക്കി അല്ലേ? ഇൻഷാ അല്ലാഹ് നമുക്ക് 40-ാമത്തെ ആയത്ത് മുതൽ ഒന്ന് ഓതി നോക്കാം കേട്ടോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. ഇവിടെ ആലാഇ ഇവിടെ രണ്ട് ഹർക്കത്ത് നീട്ടിക്കൊടുത്താൽ മതി കേട്ടോ, ഒരുപാട് നീട്ടരുതേ. ഇവിടെയാണെങ്കിലോ ഇവിടെ 4-5 ഹർക്കത്ത് നീട്ടിക്കൊടുക്കണം കേട്ടോ. ആലാഇ. ഓക്കെ. റബ്ബികുമാ തുകദ്ദിബാൻ. ഇവിടെ 3 മുതൽ 5 ഹർക്കത്ത് വരെ നീട്ടി ഓതി നിർത്തുക കേട്ടോ. നെക്സ്റ്റ് 41-ാമത്തെ ആയത്ത്. യുറഫുൽ മുജ്രിമൂന ബിസീമാഹും ഫയുഖദു ബിന്നവാസി വൽ അഖദാം. തജ്വീദ് നിയമം ഒന്ന് നോക്കാം. യുറഫു, ഐൻ്റെ മുകളിൽ സുക്കൂൻ അല്ലേ? ഐനിൻ്റെ മുകളിൽ സുക്കൂൻ. അപ്പം നമ്മൾ യുറഫു, യോ എന്ന് ഫുള്ള് സുക്കൂന് കൊടുക്കരുത് കേട്ടോ. യുറഫു. ഓക്കെ. യോ റഫു എന്ന് ഓതരുത്, റോ ആണ് റോ. യുറഫു യുറഫുൽ മുജ്രിമൂന. ജീമിന് സുക്കൂന് വന്നാൽ ഫുള്ള് സുക്കൂന് കൊടുക്കണം കേട്ടോ. മുജ് എന്ന് തന്നെ ഓതണം. മുജ്രിമൂന. ഇവിടെ വാവ് മദ്ദുണ്ട്, 2 ഹർക്കത്ത് നീട്ടി ഓതി കൊടുക്കുക കേട്ടോ, 2 അനക്കം നീട്ടുക. മുജ്രിമൂന ബിസീമാഹും. ഇവിടെ നോക്കൂ, സീന് കഴിഞ്ഞിട്ട് യാ മദ്ദുണ്ട്, അതുപോലെ മീമിൻ്റെ ഉള്ളിൽ ഒരു അലിഫ് മദ്ദും ഉണ്ട്. ഇവിടെയൊക്കെ 2 ഹർക്കത്ത് നീട്ടിക്കൊടുത്ത് ഓതുക കേട്ടോ. ബിസീമാഹും. ഹും. ഇവിടെ മീമിൻ്റെ മുകളിൽ സുക്കൂന് നമുക്ക് നന്നായിട്ട് കാണാൻ കഴിയുന്നുണ്ട് അല്ലേ? നമ്മൾ എന്ത് ചെയ്യണം? അവിടെ വ്യക്തമായിട്ട് മീമിന് സുക്കൂന് കൊടുക്കണം. ഹും എന്ന് തന്നെ ഓതണം കേട്ടോ. ചില ആളുകൾ ഓതുമ്പോൾ അവിടെ ഹും എന്ന് പറഞ്ഞ് മണിക്കാൻ പാടില്ല കേട്ടോ. ഹും. ഓക്കെ. ഫയു ഖലു. ഫയു. നോക്കൂ, ഇവിടെ വാവിൻ്റെ മുകളിൽ ഹംസ ഇട്ടിട്ടുണ്ട് അല്ലേ? ഇവിടെ എഴുത്തിൽ മാത്രമേ ഉള്ളൂ വാവ് കാണുന്നത്, പക്ഷെ അവിടെ വായനയിൽ ആ ഇ ഉ എന്നുള്ള ശബ്ദമാണ് അവിടെ ഉച്ചരിക്കുക കേട്ടോ. ഹംസൻ്റെ മുകളിൽ സുക്കൂനുണ്ട്. ഓക്കെ. അപ്പം നമ്മൾ യു ഹഫ് സുക്കൂനെ കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. യു എന്ന് ഓതരുത്. യു. ഫയു ഫയുഖദു ബിന്നവാസി. നോക്കൂ, ബിൻ്റെ കൂടെ ഹംസത്തുൽ വസ്ൽ വന്നിട്ടുണ്ട് അല്ലേ? അപ്പം എന്ത് ചെയ്യണം? നമ്മൾ ജോയിൻ ആക്കി ഓതുക. ബിന്ന ജോയിൻ ആക്കി അങ്ങ് ഓതുക. ഹംസത്തുൽ വസ്ലിന് ശബ്ദമില്ലല്ലോ. ഓക്കെ. അപ്പം ജോയിൻ ആക്കി ഓതണം കേട്ടോ. ബിന്ന. നൂനിന് ശബ്ദ വരുമ്പോൾ നന്നായിട്ട്, നൂനും മീമിനും ശബ്ദ വരുമ്പോൾ നന്നായിട്ട് മണിച്ചു കൊടുക്കണം കേട്ടോ. ബിന്നവാസി. വാവിൻ്റെ ഇവിടെ നോക്കൂ, ഒരു അലിഫ് മദ്. ഇവിടെ 2 അനക്കം നീട്ടി കൊടുക്കണേ. നവാസി. സ്വീ. ഇവിടെയും എന്താ മദ്ദുണ്ട്, യാ മദ്. അലിഫ് മദ് പോലെ യാ മദ് ഉണ്ട്, 2 അനക്കം നീട്ടി കൊടുക്കണം കേട്ടോ. നവാസി വൽ അഖദാം. വൽ അഖ്. ഖാഫിന് സുക്കൂനുണ്ട്, ഫുള്ള് സുക്കൂൻ അവിടെ കൊടുക്കണം കേട്ടോ. അഖ്. അഖദാം. നീട്ടി ഓതി നിർത്തുക കേട്ടോ. ഓക്കെ. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് 42-ാമത്തെ ആയത്ത്. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. 43-ാമത്തെ ആയത്ത് ഒന്ന് നോക്കാം. ഹാദിഹി ജഹന്നമുല്ലതി യുകദ്ദിബു ബിഹൽ മുജ്രിമൂൻ. ഓക്കെ. ഹാദിഹി. ഹാൻ്റെ ഉള്ളിൽ നോക്കൂ, ഒരു അലിഫ് ഉണ്ട് അല്ലേ? ഇവിടെ നമ്മൾ 2 അനക്കം നീട്ടിക്കൊടുക്കുക കേട്ടോ. 2 ഹർക്കത്തിൻ്റെ അനക്കം നീട്ടിക്കൊടുക്കുക. ഹാദിഹി. ഈ ഹ കഴിഞ്ഞിട്ട് ഒരു ചിഹ്നം കണ്ടോ നിങ്ങൾ? ഈ ചിഹ്നം ഇട്ടിരിക്കുന്നത് എന്തിനാണ്? 2 ഹർക്കത്ത്, 2 അനക്കം അവിടെ നീട്ടിക്കൊടുക്കാനാണ്. ഹാദിഹി എന്ന് നീട്ടിക്കൊടുക്കുക കേട്ടോ. ജഹന്നമു. നോക്കൂ, ഇവിടെ നൂൻ്റെ മുകളിൽ ശ്രദ്ധയുണ്ടല്ലോ. അപ്പോൾ ജഹന്ന എന്ന് നന്നായിട്ട് നൂനിൻ്റെയും മീമിൻ്റെയും മുകളിൽ ശ്രദ്ധ വരുമ്പോൾ നന്നായിട്ട് അവിടെ മണിച്ചു കൊടുക്കണം എന്നുള്ളത് മറക്കരുത് കേട്ടോ. ജഹന്നമുല്ലതി. നോക്കൂ, ഇവിടെ ഹംസത്തുൽ വസ്ലിന് ശബ്ദം ഇല്ലാത്തത് കാരണം നമ്മൾ എന്ത് ചെയ്യുന്നു? ജോയിനാക്കി ഓതുക ചെയ്യുന്നത്. മുല്ല. മുല്ല അല്ലേ?
ലാമിനെ ശ്രദ്ധയുണ്ട് ഒന്ന് കനപ്പിക്കണം കേട്ടോ. മുല്ലത്തി തഇന്റെ കൂടെ യാ മദ് വന്നിട്ടുണ്ട് അല്ലേ, 2 ഹർക്കത്ത് നീട്ടി കൊടുക്കണം കേട്ടോ. മുല്ലത്തി യുകദ്ദിബു ദാലിന് ശ്രദ്ധയുണ്ട് ഒന്ന് കനപ്പിക്കുക കേട്ടോ. ദാലിനെ യുകദ്ദിബു ബിഹൽ ബിഹ ഇവിടെ ഹാനെ നീട്ടാനുണ്ട്, പക്ഷെ ഇവിടെ നീട്ടില്ല. കാരണം എന്താണെന്നറിയോ, ഹംസത്തുൽ വസ്ലിന്റെ മുന്നേ നീട്ടാനുള്ള മദ്ദക്ഷരങ്ങൾ വന്നാൽ നീട്ടില്ല, കൂട്ടിച്ചേർത്ത് ഓതിപ്പോവും. ബിഹൽ മുജ്രിമൂൻ ജീമിന് സുക്കൂന് വരുമ്പോൾ ഫുള്ള് സുക്കൂന് കൊടുക്കണം കേട്ടോ. മുജ് ഓക്കെ, മുജ്രിമൂൻ ഇവിടെ നന്നായിട്ട് നീട്ടി മൂൻ സുക്കൂന് കൊടുത്തിട്ടല്ലേ നമ്മൾ നിർത്തുന്നത് അല്ലേ. അവിടെ ആ ആയത്തെ തീരെയാണ്, അപ്പം നന്നായിട്ട് അവിടെ നീട്ടുക. 3 മുതൽ 5 ഹർക്കത്ത് വരെ നീട്ടി ഓതി നിർത്തണം കേട്ടോ. ഈ സുക്കൂന് വരുന്ന സ്ഥലത്ത് വഖഫ് ചെയ്യുമ്പോൾ സുക്കൂന് വരുന്ന സ്ഥലത്ത് എന്ത് ചെയ്യണം, 3 മുതൽ 5 ഹർക്കത്ത് വരെ നീട്ടി ഓതി നിർത്തുക കേട്ടോ. അടുത്ത ആയത്ത് 44. യതൂഫൂന ബൈനഹാ വബൈന ഹമീമിൻ ആൻ. യതൂഫൂന ന്റെ കൂടെ വാവ് മദ് വന്നിട്ടുണ്ട്, 2 ഹർക്കത്ത് നീട്ടി കൊടുക്കണം കേട്ടോ. യതൂ അതുപോലെ തന്നെ ഇവിടെയും ഇത് രണ്ടും 2 ഹർക്കത്ത് നീട്ടി കൊടുക്കാനാണ്. യതൂഫൂന ഓക്കെ. ബൈനഹ ഇവിടെയും അതുപോലെ ന്റെ കൂടെ അലിഫ് മദ് വന്നിട്ടുണ്ട്, 2 ഹർക്കത്ത് നീട്ടി കൊടുക്കണം കേട്ടോ. 2 ഹർക്കത്ത് ഇതാ ഇവിടെയും ഒക്കെ മദ് വരുന്നിടത്ത്, ഇങ്ങനെയുള്ള മദ്ദുകൾ വരുന്നിടത്ത് 2 അനക്കം നീട്ടുക എന്നുള്ളതാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. വബൈന ഹമീമിൻ നോക്കൂ, ഇവിടെയും യാ മദ്ദാണ്, 2 അനക്കം നീട്ടിക്കൊടുക്കുക. മിൻ മീമിന് കെസ്ര 2 കെസ്രായി ഒരുമിച്ച വന്നിട്ടുള്ളത് അല്ലേ. അപ്പം നമ്മൾ കറക്റ്റ് അവിടെ വ്യക്തമാക്കിയിട്ട് മിൻ എന്ന് തന്നെ ഓതണം കേട്ടോ. ഹമീമിൻ ആൻ ഓക്കെ, നീട്ടി നിർത്തുക കേട്ടോ. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. നെക്സ്റ്റ് 36-ാമത്തെ ആയത്ത്. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. വലിമൻ നോക്കൂ 46-ാമത്തെ ആയത്ത്. വലിമൻ നൂന്റെ മുകളിൽ സുക്കൂന് നമുക്ക് കാണുന്നുണ്ട് അല്ലേ. അപ്പം നമ്മൾ അവിടെ എന്ത് ചെയ്യണം, നന്നായിട്ട് വ്യക്തമായിട്ട് വലിമൻ എന്ന് തന്നെ ഓതണം കേട്ടോ. വലിമൻ ഖാഫ ന്റെ കൂടെ അലിഫ് മദ് വന്നിട്ടുണ്ട്, 2 അനക്കം നീട്ടി കൊടുക്കണം കേട്ടോ. ഖാഫ മഖാമ ഇവിടെയും ഖാഫിനും 2 അനക്കം നീട്ടി കൊടുക്കണേ. മക്കാമ എന്ന് ഓതരുത് കേട്ടോ, ഖാഫാണ്. ഖാഫ് നാവിൻ്റെ മുരട് വശം, നാവിൻ്റെ അങ്ങേ അറ്റം, നാവിൻ്റെ മുരട്ട് നിന്ന് വരുന്ന അക്ഷരാണ് ഖ. മഖാമ റബ്ബിഹി അല്ല, റബ്ബിഹി എന്ന് ഓതരുത് കേട്ടോ. റബ്ബിഹി ബഇന് ശ്രദ്ധയുണ്ട് ഒന്ന് കനപ്പിച്ചു കൊടുക്കുക കേട്ടോ. റബ്ബിഹി ന്റെ ശേഷം ഒരു ചിഹ്നം വന്നിട്ടുണ്ട് അല്ലേ. ഇതിനിവിടെ 2 അനക്കം നീട്ടി കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. റബ്ബിഹി ജന്നതാൻ. ഇവിടെ നോക്കൂ, നൂനിൻ്റെ മുകളിൽ ശ്രദ്ധയുണ്ട്, നമ്മൾ എന്ത് ചെയ്യണം, നന്നായിട്ട് മണിച്ചെടുക്കണം കേട്ടോ. നൂനിൻ്റെയും മീമിൻ്റെയും മുകളിൽ ശ്രദ്ധ വന്നാൽ മറക്കരുത്, എന്ത് ചെയ്യണം, നന്നായിട്ട് മണിച്ചോതി കൊടുക്കുക. ജന്നതാൻ ഓക്കെ, നീട്ടി ഓതി നിർത്തുക കേട്ടോ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.